മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇക്കുറി കരുത്തുകാട്ടാൻ SDPI സ്ഥാനാർത്ഥിയും KM അഷ്റഫാണ് മുസ്ലിം ലീഗിലെ AKM അഷ്റഫിന് വെല്ലുവിളിയുയർത്തി മത്സരരംഗത്തുള്ളത്. വലിയ വിജയപ്രതീക്ഷയാണ് മഞ്ചേശ്വരത്തുള്ളതെന്ന് KM അഷ്റഫ് KCN ന്യൂസിനോട് പറഞ്ഞു. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തന്നെ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം. ത്രികോണ മത്സരം നടക്കുന്ന ഈ മണ്ഡലത്തിൽ ഇത്തവണ കരുത്ത് തെളിയിക്കുവാൻ SDPIയും അവരുടെ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിട്ടുണ്ട്. KM അഷ്റഫാണ് SDPIയുടെ സ്ഥാനാർത്ഥി. KM അഷ്റഫ് നമ്മോടൊപ്പം ചേരുകയാണ്. ഈ മഞ്ചേശ്വരം മണ്ഡലത്തിലെ വിജയപ്രതീക്ഷ എങ്ങനെയാണ് SDPIയെ സംബന്ധിച്ച്? മഞ്ചേശ്വരം മണ്ഡലത്തിലെ SDPIയിലെ ദേശീയ തലത്തിൽ തന്നെ ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു ദിവസമായിരിക്കും മെയ് 4 തീയതി. തീർച്ചയായും 2006-ൽ 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന LDF 1-ാം സ്ഥാനത്തെത്തിയതുപോലെ 2026-ൽ SDPI ആയിരിക്കും 1-ാം സ്ഥാനത്ത്. കഴിഞ്ഞ പ്രാവശ്യം 2021-ൽ 1-ാം സ്ഥാനത്തുള്ള UDF 3-ാം സ്ഥാനത്തേക്കോ തള്ളപ്പെടാനാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ത്രികോണ മത്സരം എന്നാണ് പറയുന്നത്. ഇപ്പൊ SDPIയും കൂടി രംഗത്ത് വന്നതോടുകൂടി അത് നമുക്ക് മാറ്റേണ്ടതായി വരുമോ? ത്രികോണ മത്സരം എന്ന് പറയുന്നത് SDPI, UDF, BJP, അതാണ് ത്രികോണ മത്സരം. നിങ്ങൾക്കത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ത്രികോണ മത്സരം എങ്ങനെയാണ് എന്ന്. എന്തായാലും നിങ്ങളുടെ പേര് KM അഷ്റഫ് എന്നതാണ്. അപ്പോൾ ഒരു അപര സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഇത് മാറുമോ എന്നൊരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. അല്ല, എന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം. അത് അപര സ്ഥാനാർത്ഥി എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അവര് ഉണ്ടാക്കുന്ന ഒരു വ്യാജമായ പ്രചരണമാണ്. ഞാൻ ഇന്നോ ഈ ഒരു ഇലക്ഷനിൽ നിൽക്കാൻ വേണ്ടി എവിടെന്നെങ്കിലും പൊട്ടിമുളച്ച ആളല്ല. മണ്ഡലത്തിൽ 10-25 വർഷമായി സജീവ സാന്നിധ്യമുള്ള ഒരാളാണ്. എന്നെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കറിയാം. കോവിഡ് കാലത്തൊക്കെ ബോർഡർ അടിച്ച സമയത്ത് രാത്രിയും പകലും കൃത്യമായി ഇടപെടൽ നടത്തിയ ഒരാളാണ്. മഞ്ചേശ്വരത്തിന്റെ മണ്ഡലത്തിന്റെ എല്ലാ സമരങ്ങളിലും മുൻനിരയിലുണ്ടായ ഒരാളാണ്. അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പൊട്ടിമുളച്ച ആളല്ല. അപരനെന്ന് പറയുന്നവർക്ക് അതൊരു എന്റെ ജനന സർട്ടിഫിക്കറ്റോ എന്റെ ഏത് വേണമെങ്കിലും ഞാനത് ഓൾറെഡി സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്റെ പേര് കൃത്യമായ അഷ്റഫ് KM എന്നാണ്. അതെന്റെ കുടുംബ പേരാണ്. ഇത് അല്ലാതെ ഞാൻ ഈ ഇലക്ഷന് വേണ്ടി ചെയ്തല്ല. അദ്ദേഹം അവർക്ക് എന്ത് വേണമെങ്കിലും പ്രചരിപ്പിക്കാം. ഇവിടെ പ്രചരിപ്പിക്കുന്നതിന് ഒരു കാര്യമില്ലല്ലോ. 2021-ൽ ഇവിടുന്ന് BJP പ്രചരിപ്പിച്ച ഞങ്ങൾ UDF പണം വാങ്ങി അവരെ സഹായിക്കുന്നു. 2026-ലേക്ക് എത്തുമ്പോൾ UDF പറയുന്നു BJP പണം വാങ്ങിന്ന. ഇതൊക്കെ അവര് രാഷ്ട്രീയപരമായ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ പ്രചരിപ്പിക്കുന്ന ജനങ്ങൾ അത് പുച്ഛത്തോടെ തള്ളിക്കഴിഞ്ഞു. ഇന്നലത്തെ ആ ഒരു നോമിനേഷന്റെ കാര്യം നിങ്ങൾ കണ്ടാലേ മനസ്സിലാക്കാം. ജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തിയാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി. ഞങ്ങളുടെ പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും ഒന്നാകെ ആവേശത്തിലാണ്, പ്രചരണത്തിലാണ്. നല്ല 1-ാം ഘട്ട പ്രചരണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളും ഞങ്ങൾ പ്രചരണത്തിൽ നല്ല മുന്നിലുണ്ട്. എന്തായാലും ഞങ്ങൾ വിജയം 100% ഉറപ്പാണ്. കുറച്ച് വൈകിയാണ് നിങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിത്വം ഉണ്ടായത്. അപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ അല്ല സ്വാഭാവികമായി വന്ന ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണോ? അല്ല, ഞങ്ങള് മത്സരിക്കാൻ തീരുമാനിച്ചത് ഇന്നലെ ഇന്നൊന്നും അല്ല. ഞങ്ങൾ വർഷങ്ങൾ മുമ്പ് തന്നെ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾക്ക് വിജയസാധ്യത ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മത്സരരംഗത്തേക്ക് വന്നത്. അത് സ്റ്റേറ്റിന്റെ തീരുമാനമാണ് 2-ാം ഘട്ടത്തിൽ പ്രഖ്യാപിക്കാവുന്നത്. നമ്മൾ പക്ഷെ അതിനു മുമ്പ് തന്നെ സ്റ്റേറ്റ് മത്സരരംഗത്തേക്ക് ഇറങ്ങാനും പ്രവർത്തനത്തിൽ സജീവമാകാനും പ്രവർത്തകരോടും എന്നോടും അടക്കം നിർദ്ദേശിച്ചാണ്. അതിന്റെ ഭാഗമായി ഞങ്ങൾ പ്രവർത്തനത്തിലായിരുന്നു. SDPIന്റെ ഒരു വികസന മുദ്രാവാക്യം എന്താണ്? അതുകൂടാതെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ജനങ്ങളോട് പറയാനുള്ളത് SDPIയുടെ വികസന മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ മഞ്ചേശ്വരക്കാർക്ക് ഏറ്റവും അടിസ്ഥാന സൗകര്യമായ ഹോസ്പിറ്റൽ. ഒരു ചെറിയ പനി വന്നാൽ പോലും സ്വകാര്യ ആശുപത്രിയെ മംഗലാപുരത്തെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് ഞങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യമാണ്. അതുപോലെ തന്നെ റോഡുകൾ, മാലിന്യ മുക്തി, ഇതൊക്കെയും ഞങ്ങളുടെ വികസനത്തിലുള്ളതാണ്. അത് തീർച്ചയായും ഇനി വരുന്ന 5 കൊല്ലത്തിൽ വിദ്യാഭ്യാസത്തിന്, ആരോഗ്യ മേഖലക്ക്, അതുപോലെ തന്നെ റോഡിന്റെ, അതുപോലെ തന്നെ മാലിന്യത്തിന് ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾ നിയമസഭാ സാമാജികനായി വന്നാൽ അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് അത് പൂർത്തിയാക്കും. ഇത്തരം വികസനങ്ങളൊന്നും മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇതുവരെ നടന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. നടന്നില്ല, അത് യാഥാർത്ഥ്യമല്ലേ. ഇത് ജനങ്ങൾക്കൊക്കെയും അറിയാം.
ജനങ്ങള് പിന്നെ കഴിഞ്ഞ ആ സമയത്തൊക്കെയും ഞങ്ങളടക്കം അവിടെ BJP വരാതിരിക്കാൻ വേണ്ടി പിന്നെ അവരെ പിന്തുണച്ചു. പക്ഷെ ഇന്ന് ഞങ്ങളവിടെ വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായത് കൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ വിജയത്തിന്റെ അടുത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായും വിജയ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ആവേശത്തോടെ ഞങ്ങളുടെ പ്രവർത്തകരും ഞങ്ങളും പിന്നെ മത്സരത്തിൽ സജ്ജമായിട്ടിരിക്കുന്നത്. ഈ SDPIക്ക് വളരെയധികം വോട്ട് ബാങ്കുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് BJPയെ സഹായിക്കുന്ന ഒരു രീതിയിലേക്ക് മാറും SDPIയുടെ സ്ഥാനം. ഇല്ല, ഞാന് BJP അവിടെ ഒരിക്കലും വിജയിക്കില്ല. BJPക്ക് വിജയ സാധ്യത ഇല്ല. 5 വർഷം കഴിയുമ്പോൾ പിന്നെ മത്സരിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് നമ്മൾ കെ സുരേന്ദ്രനെ കാണുന്നുള്ളൂ. അല്ലാതെ കെ സുരേന്ദ്രൻ ആ മണ്ഡലക്കാരനല്ല. ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരാളാണ്. അതുകൊണ്ട് അവിടെ BJPക്ക് ഒരു വിജയ സാധ്യത ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്തായാലും SDPIയും കൂടി രംഗത്ത് വന്നതോടെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിയിരിക്കുകയാണ്. എന്തായാലും SDPIയുടെ സ്ഥാനാർത്ഥിത്വം ഈ മണ്ഡലത്തിലെ ജയ പരാജയങ്ങളെ നിർണ്ണയിക്കുന്ന വലിയൊരു ഘടകമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്യാമറമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്.